Then scene 3. Narrator നമ്മളോട് പറഞ്ഞു തരുവാണ്. Unknown to Mr. Fogg, he was being followed by a detective named Mr. Fix, who had been dispatched from Scotland Yard, London, in search of the bank robber that all of the London was talking about. Okay, ഒരു ബാങ്ക് റോബർ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു ബാങ്ക് റോബറി നടന്നു. ആ ബാങ്ക് റോബറി ഏത് വേഷത്തിൽ പോയി എന്നാ പറഞ്ഞത്? ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാന്റെ വേഷത്തില് എസ്കേപ്പ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. And our Mr. Fogg and John Passepartout, they were followed by a detective അല്ലെ. ഒരു കുറ്റം അന്വേഷിക്കുന്ന ആളാരാണ്? ഡിറ്റക്റ്റീവ് ആണ് അല്ലെ. ഡിറ്റക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? രഹസ്യമായിട്ട് കുറ്റം അന്വേഷിക്കുന്ന ആളാണ് ഡിറ്റക്റ്റീവ് അല്ലെ. അപ്പൊ മിസ്റ്റർ ഫിക്സ് എന്ന് പറഞ്ഞിട്ട് പേരുള്ള ഒരു ഡിറ്റക്റ്റീവ് അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. And in London, in search of the bank robber that all of London was talking about. In fact, it was the same bank robber Fogg's friends had been talking about, and because of whom Fogg had made bet. Okay, ഏത് ബാങ്ക് റോബർ തന്നെയായിരുന്നു? അന്ന് അവരുടെ ഫ്രണ്ട്സ്, നമ്മുടെ മിസ്റ്റർ ഫോഗിന്റെ ഫ്രണ്ട്സ് കാർഡ് റൂമിൽ നിന്ന് സംസാരിച്ച അതേ ബാങ്ക് റോബറെ കുറിച്ച് തന്നെയായിരുന്നു നമ്മുടെ മിസ്റ്റർ ഫിക്സ്. മിസ്റ്റർ ഫിക്സ് ആരായിരുന്നു? ഡിറ്റക്റ്റീവ് ആണ് അല്ലെ. ഡിറ്റക്റ്റീവായ നമ്മുടെ മിസ്റ്റർ ഫിക്സും അന്വേഷിച്ചുകൊണ്ട് വരുന്നത്. Okay, Fogg matched a description of the robber and was an English gentleman, and so Fix decided that Fogg must be the criminal. Okay, അപ്പൊ ഫിക്സ് നോക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാന്റെ രൂപത്തിലാണ് ആര് വന്നിട്ടുള്ളത്? നമ്മുടെ മിസ്റ്റർ ഫോഗ് വന്നിട്ടുള്ളത്. ഫോഗും ജോൺ പാസ്പെർട്ടോയും. നിങ്ങൾക്ക് സ്റ്റോറി കിട്ടുന്നുണ്ടോ? കണ്ടിന്യൂവേഷൻ ഇല്ലാണ്ട് പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ മിസ്റ്റർ ഫോഗും ജോൺ പാസ്പെർട്ടോയും നമ്മുടെ ലോകം ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അല്ലെ. അത് ഓർമ്മയില്ലേ? ഉണ്ട്. അപ്പൊ അവരുടെ പുറകെ മിസ്റ്റർ ഫിക്സ് എന്ന പേരുള്ള ഒരു ഡിറ്റക്റ്റീവ് പോയിട്ടുണ്ട്. ആ മിസ്റ്റർ ഫിക്സ് എന്താ വിചാരിക്കുന്നത്? ഹി വാസ് എ ക്രിമിനൽ അല്ലെ. നമ്മുടെ മിസ്റ്റർ ഫോഗ് ആണ് ഈ ബാങ്ക് റോബർ എന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. And so Fix decided that Fogg must be the criminal. Fix boarded the steamer to Bombay with the travelers hoping to arrest Fogg. അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് ഫോഗിനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിക്സ് തീരുമാനിക്കാനും അറേഞ്ച് ചെയ്യാനും വേണ്ടി തുടങ്ങി. Mr. Phileas Fogg and his own Passepartout had many adventures in their journey around the world through they did not stay anywhere for very long. Okay, നമ്മുടെ മിസ്റ്റർ ഫോഗും ജോൺ പാസ്പെർട്ടോയും ഒരുപാട് അഡ്വഞ്ചേഴ്സ്, അവരുടെ യാത്രയിലെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് നടത്തി. And they did not stay anywhere for very long. അവർ എവിടെയും സ്റ്റേ ചെയ്തില്ല. They did not stay anywhere for long time. ഒരുപാട് സമയത്തേക്ക് അവർ എവിടെയും നിന്നിട്ടില്ല, സ്റ്റേ ചെയ്തില്ല. In India, Mr. Fogg rescued the beautiful Auda from certain death and she accompanied them on the rest of the journey. In India, ഇന്ത്യയില് മിസ്റ്റർ ഫോഗ് rescued the beautiful Auda. നമ്മുടെ മിസ്റ്റർ ഫോഗിന് ഒരാളെയും കൂടി കിട്ടി. ആരായിരുന്നു? ഔഡ. She is Auda. Okay, and she accompanied them on the rest of the journey. ബാക്കിയുള്ളവരുടെ യാത്രയിൽ ഒരാൾ കൂടി കൂടി. ആരാണ്? ഔഡ. Okay, ഔഡ അവിടെ പിക്ചറിൽ കാണാൻ പറ്റും. After many nail-biting adventures, Mr. Fogg, Auda and John Passepartout reached Liverpool, England at 11:40 a.m. Nail-biting adventures means what? Very exciting or thrilled experience, alle? Very exciting and thrilled experience. Okay. After many nail-biting adventures, after many exciting experience, they reached ലിവർപൂൾ അല്ലെ. അവരെവിടെ എത്തിച്ചേർന്നത്? ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ എത്തിച്ചേർന്നു. എത്ര മണിക്കാ? at 11:40 a.m. As she thought on 21st December and only 6 hours away from London and from winning the bet. Okay, as he thought on 21st December and only 6 hours away from London. അതായത് അവർ വിചാരിക്കുന്നു അവരുടെ കയ്യിൽ എന്തില്ല, വാച്ചോ ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലേ. അപ്പൊ നമ്മുടെ മിസ്റ്റർ ഫോഗ് അത്രയും കൃത്യനിഷ്ഠനായി അദ്ദേഹം വിചാരിക്കുന്നത് ഇന്ന് 21st December ആണ്. And we are away from 6 hours away from London അല്ലേ. We are in ലിവർപൂൾ, ഇംഗ്ലണ്ട് അല്ലെ. അതായത് 6 മണിക്കൂർ, ലണ്ടനിൽ നിന്നും 6 മണിക്കൂർ അവേ ഇംഗ്ലണ്ടിൽ ലിവർപൂളിലാണ് ഇപ്പൊ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ,
ഇനി 6 മണിക്കൂർ കൂടിയാൽ ലണ്ടനിൽ എത്താനല്ലോ. ഇവര് യാത്ര പോയിച്ച് 80 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് മക്കളെ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും അവർക്ക്? ബെറ്റിൽ ജയിക്കും അല്ലേ. Then narrator continues while Mr. Fogg and Auda walk across the stage. അപ്പൊ നറേറ്റർ നമുക്ക് പറഞ്ഞു തരാണ് എന്ത് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ഫോഗും ഔഡയും ആ സ്റ്റേജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. John Passepartout follows them with luggage on a trolley. John Passepartout എന്താ ചെയ്യുന്നത്? he follows them with luggage അല്ലേ. അവരുടെ സാധന സാമഗ്രികളെല്ലാം കൊണ്ട് ആ ലഗേജ് കൊണ്ട് പുറകിൽ ട്രോളി കൊണ്ട് ആര് വരുന്നുണ്ട്? ജോൺ പാസ്പാറ്റോ നമ്മുടെ ഔഡേനെയും മിസ്റ്റർ ഫോഗിനെയും ഫോളോ ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ഫിക്സ് ഫോളോസ് ദം എ ഫ്യൂ സ്റ്റെപ്സ് ബിഹൈൻഡ്. മിസ്റ്റർ ഫിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിറ്റക്റ്റീവ് അല്ലേ, ഇയാളാണ് നമ്മുടെ മിസ്റ്റർ ഫോഗ് ആണ് ക്രിമിനൽ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ പുറകെ വരുന്നില്ലേ, അദ്ദേഹം തൊട്ട് പുറകെ ആയിട്ടുണ്ട്, നമ്മുടെ ജോൺ പാസ്പാറ്റോന്റെ പുറകെ ആയിട്ടുണ്ട്. ഓക്കെ, ടേക്ക് ദി നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജ് എടുക്കാം. Okay, narrator. All this time, Mr. Fix was also following Mr. Fogg. Okay, narrator. All this time, Mr. Fix was also following Mr. Fogg. ഈ സമയങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മിസ്റ്റർ ഫിക്സ് ഈ ഫോഗിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. He was waiting to get onto British soil to arrest Mr. Fogg and did so in Liverpool. In mind, Mr. Fix arrests Mr. Fogg, and Mr. Fogg and John Passepartout protest, and then Mr. Fogg is released as the narrator speaks the next part. Okay, he is waiting to get onto British soil to arrest Mr. Fogg and did so in Liverpool. നമ്മുടെ മിസ് കുറച്ച് സ്പീഡ് ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, നോക്ക് മക്കളെ, നമ്മുടെ മിസ്റ്റർ ഫിക്സ് വെയിറ്റ് ചെയ്യാണ് അല്ലേ ഇവരുടെ അറസ്റ്റിന് വേണ്ടിയിട്ട്. മിസ്റ്റർ ഫോഗിന്റെ അറസ്റ്റിന് വേണ്ടി നമ്മുടെ മിസ്റ്റർ ഫിക്സ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് ഇൻ മൈൻഡ് മിസ്റ്റർ ഫിക്സ്, എന്നിട്ട് അവിടെ സ്റ്റേജിൽ പിന്നെ കാണിക്കണം മൈമായിട്ട്. ഓക്കെ, മൈമില് നമ്മുടെ മിസ്റ്റർ ഫിക്സ് ആരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്? ഫോഗിനെയും ജോൺ പാസ്പോർട്ടിനെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്നിട്ടോ നമ്മുടെ മിസ്റ്റർ ഫോഗ് അതിൽ നിന്നും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൊട്ടസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എതിർത്തോണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോ അതിനെ തട്ടിമാറ്റുക, എതിർക്കുക, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിസ്റ്റർ ഫോഗ് ഈസ് റിലീസ്ഡ് ആസ് നറേറ്റർ സ്പീക്സ് ദി നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, നറേറ്റർ നെക്സ്റ്റ് പാർട്ട് പറയുന്ന സമയത്ത് ആ മൈമിൽ സ്റ്റേജില് നറേറ്റർ ഒരു സ്ഥലത്ത് നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് സ്റ്റേജില് നറേറ്റർ മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് മൈമില് നമ്മൾ മിസ്റ്റർ ഫിക്സ് മൈമില് വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? മിസ്റ്റർ ഫോഗിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ നറേറ്റർ അടുത്ത ഭാഗം പറയുന്ന സമയത്ത് ഈ മൈമിൽ തന്നെ നമ്മുടെ മിസ്റ്റർ ഫോഗ് റിലീസ് ചെയ്യുന്നുണ്ട്, അതായത് അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. ഓക്കെ, poor Mr. Fogg was put into jail and his hopes of winning the bet came crashing down. Okay, poor Mr. Fogg was put into jail and hopes of winning the bet came crashing down. Okay, അങ്ങനെ അവരുടെ ബെറ്റ് ഇവര് ജയിലിലായി അല്ലേ. പിന്നീട് പറഞ്ഞ നമ്മുടെ ജയിലിലായത് കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ മിസ്റ്റർ ഫോഗ് ജയിലിലായി, എന്നിട്ടോ 80 ദിവസത്തിനുള്ളിൽ അവിടെ തിരിച്ചു പോയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബെറ്റ് പോകും അല്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്, poor Mr. Fogg was put into jail and his hopes of winning the bet came crashing down. തകർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അവന്റെ സ്വപ്നം. ബെറ്റിൽ ജയിക്കാമെന്ന അവന്റെ സ്വപ്നം തകർന്നുകൊണ്ടിരിക്കുകയാണ്. It is crashing down. By the time everyone realized that Mr. Fogg was not the bank robber, it seems to be late. അല്ലേ? By this time, ഈ സമയത്ത് everyone realized that, എല്ലാവരും തിരിച്ചറിഞ്ഞു. എന്ത് തിരിച്ചറിഞ്ഞു? Everyone realized that Mr. Fogg was not the bank robber. Mr. Fogg ബാങ്ക് റോബർ അല്ല എന്നുള്ള കാര്യം ഓഡിയൻസ് ആയിട്ടില്ല, സ്റ്റേജിലല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്, ഓഡിയൻസിനെല്ലാം മനസ്സിലാവുന്നു. It seemed too late. Mr. Fogg and Auda standing right stage. Mr. Foggum Audയും സ്റ്റേജിന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. Looking very sad and dejected. They're looking very sad. Okay, ഭയങ്കര സങ്കടത്തില് സ്റ്റേജിന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുകയാണ്. Mr. Fogg, I'm so sorry. It is now too late to reach the club in time to win the bet. I am a poor man, Auda, but I welcome you to my house. എന്നിട്ട് നമ്മുടെ ഔഡേനോട് മിസ്റ്റർ ഫോഗ് പറയാണ്, I'm so sorry. അല്ലേ? I'm so sorry. എന്നോട് ക്ഷമിക്കണം. It is now
too late to reach the club in time to win the bet. അല്ലേ, ബെറ്റ് ജയിക്കാൻ വേണ്ടിട്ട് ക്ലബിൽ എത്താൻ ഞാൻ വൈകിയിരിക്കുന്നു. ഐ എം സോ സോറി ഔഡ. ഐ എം എ പുവർ മാൻ ഔഡ, ബട്ട് ഐ വെൽക്കം യു ടു മൈ ഹൗസ്. ഞാൻ ഒരു പാവ മനുഷ്യനാണ് ഔഡ, ബട്ട് ഐ വെൽക്കം ടു യു മൈ ഹൗസ്. അല്ലെ, ഞാൻ എന്റെ വീട്ടിലേക്ക് നിന്നെ ക്ഷണിക്കുന്നു. ഔഡേനെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ജോൺ പാസ്പെറ്റോ റഷിംഗ് അപ്പ് ടു മിസ്റ്റർ ഫോഗ്. മിസ്റ്റർ ഫോഗ്, വി മസ്റ്റ് ഹംഗ്രി. ഇത് നമ്മുടെ സോൺ പാസ്പെറ്റോ ഇടക്ക് കയറി വന്നിട്ട് പറയണേ, വി മസ്റ്റ് ഹംഗ്രി, അല്ല സോറി, വി മസ്റ്റ് ഹറി. നമ്മൾ സ്പീഡ് ആക്കേണ്ടതുണ്ട് അല്ലേ, വി മസ്റ്റ് ഹറി. ഓക്കെ, ഷോൺ ഇപ്പോൾ ചിരി വന്ന്. Then Mr. Fogg, what is the matter? Mr. Fogg വെച്ചു, എന്താ കാര്യം, നമ്മൾ എന്തിനാ സ്പീഡ് ആക്കുന്നത്? സോൺ പാസ്പെറ്റോ, I have just found out today is Saturday. ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതാണ് ഇന്ന് ഏത് ദിവസം, ഇന്ന് ശനിയാഴ്ചയാണ്. മിസ്റ്റർ ഫോഗ്, സാറ്റർഡേ ഇംപോസിബിൾ. ഇന്ന് ശനിയാഴ്ചയോ? ഇംപോസിബിൾ അല്ലേ, പോസിബിൾ അല്ലാത്തതാണ്. എന്താ ഇംപോസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അസാധ്യമാണ്. Zone Passpetto, I have just found out today is Saturday. Mr. Fogg, Saturday impossible. Zone Passpetto, yes, you have made a mistake of one day. We had arrived 24 hours ahead of time, but there are only 10 minutes left now. We must rush to the club. Okay, അപ്പൊ എന്താ, 80ാമത്തെ ദിവസം എവിടെ എത്തണവർക്ക്? ക്ലബിൽ എത്തിയാലല്ലേ ഇവർക്ക് ബെറ്റ് വിൻ ചെയ്യുള്ളൂ. അപ്പൊ ഇവര് ജയിലിലായപ്പോ നമ്മുടെ മിസ്റ്റർ ഫോഗ് വിചാരിച്ചു, ഇവിടെയിലൊന്നുമില്ല, വാച്ചില്ല, ഫോണിൽ ഒന്നുമില്ല. അപ്പൊ ഇവര് വിചാരിച്ചു, അയ്യോ നമ്മള് ലേറ്റ് ആയി, എന്റെ ബെറ്റ് തകർന്നു പോയി, ഇനിയിപ്പോ പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ ഇന്ന് 80ാമത്തെ ദിവസമാണ്. 81ാമത്തെ ദിവസം അങ്ങാണ്ടാണ്. ഓക്കെ, ഒരു ദിവസം മുന്നേ ആണ് ഇവർ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സോൺ പാസ്പെറ്റോ ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇന്ന് സാറ്റർഡേ ആണ്, നമ്മൾ ഒരു ദിവസം മുന്നേ ആണ് എത്തിയിട്ടുള്ളത്, നമുക്ക് ഇപ്പൊ തന്നെ സ്പീഡില് ക്ലബിലേക്ക് പോകണം. ഫോർ വാട്ട്? ടു വിൻ ദ ബെറ്റ് അല്ലെ, ആ ബെറ്റ് വിൻ ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, Zone Passpetto then seized his master's hand. All three rushed out of the stage on the right. എന്നിട്ടോ എല്ലാവരും കൂടി സ്റ്റേജിന്റെ റൈറ്റ് സൈഡിലേക്ക് ഓടി, അതായത് നമ്മുടെ ക്ലബിലേക്ക് അവർ ഓടി പോവാണ്. Scene 4. Look at scene 4. Curtains open to show the card room at the Reform Club. It is 8:20 p.m. on 21st December 1872. There are 4 gentlemen standing near the card tables. These are the men who made the bet with Mr. Fogg. They are bankers John Sullivan, Samuel Fallentin, Andrew Stewart, an engineer, and Gaudio Ralph, the director of the Bank of England. All of them are looking at the clock, which shows 20 minutes past 8. One man enters the room briskly. This is Thomas Flanagan, a brewer. Okay. Scene 4. Curtain opens to show the card game at the Reform Club. It is 8:20 p.m. Scene 4 curtain rise ചെയ്യുന്ന സമയത്ത് എന്താ കാണുന്നത്? കട്ടൻ റൈസ് ചെയ്തപ്പോ എത്ര സമയം? 8:20, 8:20 ആയിട്ടുണ്ട് അല്ലെ? ഏതാ ദിവസം? December 21st, 1872. എവിടെയാ കാണിക്കുന്നത് scene 4? It is on the card room അല്ലെ? കാർഡ് റൂമിലാണ് scene 4 കാണിക്കുന്നത്. Then there are 4 gentlemen standing near the card tables. അവിടെ എത്ര ജെന്റിൽമാൻസ് ഉണ്ട്? എത്ര ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ? നമ്മുടെ മിസ്റ്റർ ഫോഗിന്റെ 4 ഫ്രണ്ട്സും അവിടെ തന്നെ കാർഡ് ടേബിൾസിൽ ഉണ്ടായിരുന്നു, കാർഡ് റൂമിൽ ഉണ്ടായിരുന്നു. There are the men who made the bet with These are the men who made the bet with Mr. Fogg. അവരാരാണ്? നമ്മുടെ മിസ്റ്റർ ഫോഗിനോട് ബെറ്റ് വെച്ച ആൾക്കാരായിരുന്നു അല്ലേ? They are bankers John Sullivan and Samuel Fallentin. Okay, അവിടെ 2 ബാങ്കേഴ്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് അവര്? John Sullivan and Samuel Fallentin. Andrew Stewart, an engineer. Who is Andrew Stewart? He is an engineer. Then and Gaudio Ralph. Who is Gaudio Ralph? He is the director of Bank of England. England. Okay, Bank of Englandലെ ഡയറക്ടർ ആയിരുന്നു ആര്? നമ്മുടെ Gaudio Ralph. All of them are looking at the clock, which shows 20 minutes past 8. ഇന്നാണ് ഏത് ദിവസം? ഇന്നാണ് ബെറ്റ് വെച്ചിട്ട് നമ്മുടെ മിസ്റ്റർ ഫോഗ് വരേണ്ട ദിവസം. വന്നു കഴിഞ്ഞാൽ ഇവർ ബെറ്റിന്റെ പൈസ അങ്ങോട്ടേക്ക് കൊടുക്കണല്ലേ മിസ്റ്റർ ഫോഗിന്. അപ്പൊ അവര് ക്ലോക്ക് നോക്കിയിരിക്കുകയാണ്, മിസ്റ്റർ ഫോഗ് വരുന്നുണ്ടോ നോക്കിയിട്ട്. അപ്പൊ സമയം എത്രയാണ്? It is 8:30, 20 minutes past 8 അല്ലെ? 8:20 ആയിട്ടുണ്ട് സമയം. One man enters the room briskly.
This is Thomas Flanagan every year. Okay. അപ്പാണ് ഒരാള് ആ റൂമിലേക്ക് വരുന്നുണ്ട്. ആരാണത്? This is Thomas Flanagan. അപ്പൊ ആരാണത് വന്നത്? This is Thomas Flanagan, his friend, Mr. Stewart, getting up from his chair and walking towards the clock. Okay. ഇത് Mr. Stewart പറയാണ്, അല്ല Mr. Stewart എന്ത് ചെയ്യുന്നത്? Getting up from his chair. അദ്ദേഹത്തിന്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റു, കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി തുടങ്ങി. എന്ത്? ക്ലോക്ക് നോക്കി നടക്കാൻ വേണ്ടി തുടങ്ങി. എന്ത് വേണ്ടിട്ടാ? ഇദ്ദേഹം വരുവോ വിചാരിച്ചിട്ട്. Well, gentlemen, in 20 minutes the time agreed upon between Mr. Fogg and ourselves would have passed, and we will know Fogg has won or lost. അല്ലേ? Well, gentlemen. അപ്പൊ ബാക്കിയുള്ളവരെ അഭിസംബോധന ചെയ്യാണ്. Well, gentlemen, in 20 minutes the time agreed upon between Mr. Fogg and ourselves would have passed, and we will know Fogg has won or lost. നമുക്ക് ഇന്ന് എന്തറിയാം? മിസ്റ്റർ ഫോഗ് ഈ ബെറ്റിൽ നിന്നും ജയിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾക്ക് ഇന്ന് അറിയാൻ വേണ്ടി സാധിക്കും. മിസ്റ്റർ ഫ്ലാനഗൻ, what time did the last train arrive from Liverpool? അപ്പൊ മിസ്റ്റർ ഫ്ലാനഗൻ ചോദിക്കുകയാണേ, ഈ ലിവർപൂളിൽ ലാസ്റ്റ് ഇറങ്ങിയ ട്രെയിൻ ഏതാണ്? എത്ര മണിക്കാണ് ട്രെയിനിൽ ഇറങ്ങിയത്? What time did the last train arrive from Liverpool? ലിവർപൂളിൽ ലാസ്റ്റ് എത്ര മണിക്കാണ് ട്രെയിൻ എത്തിച്ചേർന്നത്? Mr. Ralph, at 23 minutes past 7, and next one doesn't get here till 10 past 12. Okay, എത്ര മണിക്ക് എത്തിയെന്ന് പറഞ്ഞത്? At 23 minutes past 7, അല്ലെ? 7:23 ലാസ്റ്റത്തെ ട്രെയിൻ എത്തിച്ചേർന്നത്. And the next one doesn't get here till 10 past 12. Mr. Stewart, well, gentlemen, if Phileas Fogg had come in by the 7:23 train, he would have got here by now. We can therefore consider the bet as won. Okay. എന്നിട്ട് നമ്മുടെ മിസ്റ്റർ സ്റ്റുവർട്ട് പറയണേ, നോക്കാം നമുക്ക്. If Phileas Fogg had come in by the 7:23 train, he would have got here by now. അല്ലേ? നമ്മുടെ ഫിലിയാസ് ഫോഗ് 7:23 വന്ന ട്രെയിൻ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ വിജയിയായി പ്രഖ്യാപിക്കാം. Well known, he never arrives too soon nor too late. അല്ലേ? അപ്പൊ നമുക്ക് എന്തറിയാൻ പറ്റും? വൈകാതെ തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്ന് ബെറ്റിൽ ജയിക്കോ അല്ലെങ്കിൽ ബെറ്റിൽ തോറ്റോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ തന്നെ അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, മിസ്റ്റർ സ്റ്റുവർട്ട്. Okay, I shouldn't be surprised if he appeared at the door at the last minute. Okay, and Mr. Okay, അവിടെ എത്തില്ല, കുറച്ച് മുകളിലാണ് അല്ലേ? Mr. Flanagan, let's not be too hasty. You know, Mr. Stokes is very eccentric. Eccentric means slightly strange, old. നമ്മൾ പറഞ്ഞിട്ടില്ലേ, റെയർ ആയിട്ടുള്ള ഒരു റെയർ മാൻ ആണ് നമ്മുടെ മിസ്റ്റർ ഫോഗ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? സാധാരണ മനുഷ്യന്മാരെ പോലെ അല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് പറയണേ, let's not be too hasty. You know, Mr. Fogg is very strange one, eccentric. His punctuality is well known. അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠത, പങ്ക്ച്വാലിറ്റി എല്ലാവരും അറിയുന്നതാണ് അല്ലേ? It is well known. എല്ലാവരും അറിയുന്നതാണ്. He never arrives too soon. അദ്ദേഹം അത്ര പെട്ടെന്നൊന്നും വരില്ല. And not too late. അത്ര പെട്ടെന്ന് വരികയില്ല, എന്നാൽ അത്ര വൈകിട്ട് വരികയില്ല. I shouldn't be surprised if he appeared at the door at the last minute. അല്ലെ? നമ്മുടെ ബെറ്റിന്റെ സമയം തീരുന്നതിന്റെ ലാസ്റ്റ് മിനിറ്റ് അദ്ദേഹം ഡോറിന്റെ അടുത്ത് വന്ന് നിന്നാലും എനിക്ക് സർപ്രൈസ് ആവാൻ വേണ്ടി ഒന്നുമില്ല. കാരണം എനിക്കറിയാം അദ്ദേഹം എന്താണ്? ഹീസ് എ റെയർ മാൻ ആൻഡ് ഹി ഈസ് വെരി വെൽ നോൺ ഫോർ ഹിസ് പങ്ക്ച്വാലിറ്റി. അല്ലെ? അദ്ദേഹം അദ്ദേഹത്തിന്റെ പങ്ക്ച്വാലിറ്റിയില് വളരെ ശ്രദ്ധേയനാണ്. ഓക്കെ, മിസ്റ്റർ സ്റ്റുവർട്ട്, why? If I saw him now, I would not believe it. മിസ്റ്റർ സ്റ്റുവർട്ട് പറയാണ്, why? എന്തുകൊണ്ട്? If I saw him now, I would not believe it. അതെങ്ങനെ? അതെന്തുകൊണ്ടാണ്? ഞാൻ ഇപ്പൊ അദ്ദേഹത്തെ കണ്ട എനിക്കത് വിശ്വസിക്കാനാവില്ല. Mr. Flanagan, Mr. Fogg's project was absurdly foolish. Whatever his punctuality, he could not prevent the delays which were certain to occur, and even a delay of 2 or 3 days would mean the failure of his project. അപ്പൊ മിസ്റ്റർ ഫ്ലാനഗൻ പറയണേ, നമ്മുടെ മിസ്റ്റർ ഫോഗിന്റെ പ്രൊജക്ട് ഭയങ്കര ഫൂളിഷ് ആണ്, മണ്ടത്തരമാണ് അദ്ദേഹത്തിന്റെ പ്രൊജക്ട്. വാട്ട് എവർ ഹിസ് പങ്ക്ച്വാലിറ്റി, അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠത, അദ്ദേഹത്തിന്റെ പങ്ക്ച്വാലിറ്റി എന്ത് തന്നെ ആയിക്കോട്ടെ, he could not prevent the delays
which was certain to occur, and even a delay of 2 or 3 days would mean the failure of his project. രണ്ടോ മൂന്നോ ദിവസത്തെ വ്യത്യാസം വന്നാൽ പോലും അദ്ദേഹത്തിന്റെ പ്രൊജക്ടിന്റെ പരാജയമായിട്ടേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. Mr. Sullivan, we have received no news of him at all. അപ്പൊ മിസ്റ്റർ സുള്ളിവൻ പറയണേ, ഇതുവരെയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല. There are telegraph lines all along his road. There has been no news of that detective fix either. അല്ലേ? There are telegraph lines. അദ്ദേഹം പോയ റൂട്ടിലെല്ലാം എന്തുണ്ട്? ടെലഗ്രാഫ് ലൈൻസ് ഉണ്ട്. പക്ഷെ അദ്ദേഹം ഒരു കമ്പി പോലും അടിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒരു ടെലഗ്രാഫ് പോലും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജയിലിലാക്കിയ ഡിറ്റക്റ്റീവിനെ കുറിച്ച് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല, അല്ലെ? അവരറിഞ്ഞിട്ടില്ല. Then which were certain to occur and even a delay. There are telegraph lines all along his route. There has been no news of the detective fix either. Telegrams have been sent to America and Asia, but no one has heard anything of them. Okay, Mr. Stewart, the China, the only steamer on which he could have got here, arrived yesterday. His name was not on the passengers list. He has lost, gentleman. Looks up at the clock. Only 5 minutes more. Okay, okay. Mr. Stewart, the China, the only steamer on which he could have got here, arrived yesterday. Okay. അപ്പൊ ആരോ ഒരാൾ വന്നിട്ടുണ്ട്, അല്ലെ? ആരാണ് വന്നതിനെ കുറിച്ചിട്ട് പാസഞ്ചേഴ്സ് ലിസ്റ്റ്. പാസഞ്ചർ ആരാ? യാത്രക്കാരനാണ്. യാത്രക്കാരുടെ ലിസ്റ്റിലൊന്നും കാണുന്നില്ല. Okay, the China, the only steamer. Steamer means കപ്പലാണ്, അല്ലെ? സ്റ്റീമർ, ആവി കപ്പൽ, നീരാവി ബോട്ട് എന്നൊക്കെ പറയുന്ന ഒരു സാധനം. The China, the only steamer on which he could have got here, arrived yesterday. His name was not on the passengers list. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ആ പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ ഇല്ല. He has lost, gentleman. Only 5 minutes more. എന്നിട്ട് അവർ പിന്നെയും ക്ലോക്കിലേക്ക് നോക്കുകയാണ്. 5 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. All look at each other. The tension is unbearable. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, അല്ലെ? ടെൻഷൻ സഹിക്കാനാവുന്നില്ല. ഈ മിസ്റ്റർ ഫോഗ് വരുവോ, വെട്ടിൽ ജയിക്കുമോ എന്നുള്ള കാര്യമാണ് അവർക്ക് ടെൻഷൻ. Mr. Flanagan, in an attempt to break the tension. Okay, shall we play a rubber while we wait? Okay, അപ്പൊ മിസ്റ്റർ ഫ്ലാനഗൻ എന്തു, ആ ടെൻഷൻ എല്ലാം ഒന്ന് കളയാൻ വേണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, റബ്ബർ എന്ന കാർഡ് ഗെയിം കളിക്കാം. റബ്ബർ മീൻസ് ദാറ്റ് ഇസ് എ കാർഡ് ഗെയിം. റബ്ബർ എന്ന് പറയുന്ന ഒരു കാർഡ് ഗെയിം ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാർഡ് ഗെയിം കളിക്കാം. All silently agree as the cards are shuffled. All their eyes are on the clock, which ticks away loudly in the absolute silence. Okay. Okay. എന്നിട്ടോ അപ്പൊ എല്ലാവരും സൈലന്റ് ആയിട്ട് പറഞ്ഞു, നമുക്ക് കളിക്കാന്ന് പറഞ്ഞു, അല്ലേ? എന്നിട്ടോ കളിക്കാന്ന് പറഞ്ഞിട്ടോ അല്ല, they silently agreed as the cards game shuffled. All their eyes are on the clock, അല്ലേ? അവർ കളിക്കുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണ് അങ്ങോട്ടേക്കാണ്. They are looking at the clock, അല്ലേ? അവര് ക്ലോക്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ്സ് കൂടിയേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then which sticks away loudly in the absolute silence, Mr. Ralph, as the cards are dealt. 18 minutes to 9. The players pick up the cards and arrange them. എന്നിട്ടോ അവർ പിന്നിൽ നോക്കി സമയമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The players pick up the cards and arrange them. അവരെന്ത് ചെയ്യുന്ന പ്ലേയേഴ്സ് കാർഡ്സ് എടുക്കുന്നുണ്ട്, ഷഫിൾ ചെയ്യുന്നുണ്ട്, അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. Then Flanagan, 2 more minutes. ഇനി എത്ര മിനിറ്റ് കൂടിയേ ബാക്കുള്ളൂ? Only 2 more minutes. There is total silence in the room except for the ticking of the clock and the muffled sound of the crowd from outside. Okay. സ്ഥലത്ത് എന്താ? There is full of silence, അല്ലേ? അവിടെ ഭയങ്കര സൈലൻസ് ആണ്. And only they can hear the ticking sound of the clock, അല്ലേ? അവർക്ക് എന്ത് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ? Only they only can hear the ticking sound of the clock. Okay. Sean, listen here. Then at the 57th second, there is a roar, hurrahs from the crowd outside. Okay. They can hear the sound of the crowds also. പുറത്തുനിന്ന്, അതായത് ഔട്ട്സൈഡിൽ നിന്ന്, പുറത്തു നിന്ന്
ജനക്കൂട്ടം. Crowds means ജനക്കൂട്ടത്തിന്റെ സൗണ്ട് കേൾക്കാമായിരുന്നു. At 57th second there is a roar. അതായത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ് ആണ് അല്ലേ? അപ്പൊ 57th സെക്കൻഡില് അവരെന്തോ ഒരു സൗണ്ട് കേട്ടു പുറത്തുനിന്ന്. The players rise to their feet and almost immediately the door to the saloon opens and Mr. Phileas Fogg appears, followed by a crowd of people. അപ്പൊ അവര് വാതിൽ തുറന്നോക്കുമ്പോ എന്താ കണ്ടത്? ആരെയാ കണ്ടത്? They saw Mr. Phileas Fogg and he is followed by crowd അല്ലേ? അദ്ദേഹം ഒരു ക്രൗഡിന്റെ അകമ്പടിയോടെ വരികയാണ്. He is appear by following, he is followed by the crowd. Okay, crowd people. Mr. Fogg, here I am, gentlemen. എന്നിട്ട് ഫോഗ് എന്താ പറഞ്ഞത്? ഞാൻ ഇതാ ഇവിടെ അല്ലേ? Here I am, gentlemen. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോട് പറയാണ് അല്ലേ? Here I am, gentlemen. Then page number 36. It is going to the climax. Climaxിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? Okay, narrator. How was it that Mr. Fogg, who was so excited and punctual in everything, could have mistaken today? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും പങ്ക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ ആര് മിസ്റ്റർ ഫോഗ് ഈ ഒരു കാര്യത്തിൽ മാത്രം മിസ്റ്റേക്ക് വരുത്തുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Okay, how was it that Mr. Fogg, who was so excited and punctual in every time, could have mistaken today? How did he think and that he had arrived in London on Saturday, the 21st day of December, when it was really Friday, the 20th, only 79th day from his departure? അവര് വന്ന ഡേറ്റിനെ കുറിച്ചൊക്കെ പറയണം. എന്താ പറഞ്ഞത്? How did he think that he had arrived in London on Saturday, the 21st day of December അല്ലേ? അവരെപ്പോ എത്തിച്ചേർന്നത്? They reached on London on 21st December, when it was really Friday, the 20th, only the 79th day from his departure. The cause of the error is very simple. Mr. Phileas Fogg had, without realizing it, gained 1 day in his journey. Okay, അതായത് അറിവില്ലാതെ ശരിക്കും പറഞ്ഞാൽ അവര് 21st ഡിസംബർ ആണെന്ന് വിചാരിച്ചത് ശരിക്കും എപ്പോഴായിരുന്നു? 20 ഡിസംബർ ആയിരുന്നു അല്ലെ? ഫ്രൈഡേ ആയിരുന്നു ആക്ച്വലി അവർ എത്തിച്ചേർന്നത്. പിന്നെയല്ലേ നമ്മുടെ സോൺ പാസ്പെറ്റോ വന്നിട്ട് പറഞ്ഞത് നമ്മൾ ഒരു ദിവസം മുന്നേ എത്തിയിട്ടുണ്ട് എന്ന് അല്ലെ? അപ്പൊ അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹം ഒരു ദിവസം ഗെയിൻ ചെയ്തെടുത്തു. ഓക്കെ, ദ കോസ് ഓഫ് ദ എറർ ഈസ് വെരി സിമ്പിൾ. അദ്ദേഹത്തിന്റെ എറർ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. Phileas Fogg had, without realizing it, gained 1 day in his journey. എന്നിട്ടോ they gained 1 day in journey because കാരണം he had constantly traveled eastward. In journeying eastward, he had gone towards the sun and therefore gained 4 minutes for every degree of longitude he crossed in this direction. There are 360 degrees on the circumference of Earth, and this 360 degrees multiplied by 4 minutes give preciously 24 hours. That is 1 day. Phileas Fogg had completed the journey around the world in 80 days and had won his bet of 20,000 pounds. At the end of this play, our Phileas Fogg gained 20,000 pounds. That's about our play. അത്രേ ഉള്ളൂ നമ്മുടെ play. Okay. ഒരു വലിയ ലെസൺ ആയിരുന്നു അല്ലേ? ഒന്ന് മറിച്ചു നോക്കി നിങ്ങൾ പുറകിലേക്ക്. ടീച്ചറും അടുത്തല്ലേ? കുറച്ച് ഇതൊന്ന് കേൾക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സീൻ 3 ഒന്ന് വായിച്ചേ. സീൻ 3. ഷോണേ സൗണ്ടിൽ വായിക്കുമോനെ? Scene 3. Narrator. Unknown to Mr. Fogg, he was being followed by a detective named Mr. Fix, who had been dispatched from Scotland Yard, London, in search of the bank robber that
of London as taking about. In fact, it was the same bank robber Fox friend had been taking about, and because of whom Fogg had made the bet. Fogg matched the description of the robber and has an English gentleman, and so Fix decided the Fogg must be the criminal. Fix boarded the steamer to Bombay with the travels hoping the arrest Fogg, Mr. Phileas Fogg, and Pastor John Passepartout. had made Pastor John Passepartout. had made John Passepartout. Okay. We can read this lesson in the next class. Okay? Next class, read and write. Given below is a report of Mr. Fogg's routine. Fill one word in each blank based on display. Okay? Based on display, we have to write we have to fill the blanks. Okay? With suitable words. First one. Mr. Fogg was a man of great punctuality and demanded that everything was done efficiently to the minute. He dashed and again dashed every morning at 8 o'clock. The report ആണ് Mr. Foggനെ കുറിച്ചുള്ള report ആണ്. Can you fill that blanks, Sean? Write got up, G-O-T, got, and next one up. Appendai, Mr. Fogg was a man of great punctuality. Alle, Mr. Fogg enganulla mention aanu? He is a man of great punctuality and he demanded that everything was done efficiently to the minute. And he got up every morning at 8 o'clock. എല്ലാ ദിവസവും 8 മണിക്ക് അദ്ദേഹം ഉറങ്ങി എഴുന്നേൽക്കുന്നല്ലേ നമ്മൾ പഠിച്ചത്. Okay then, second one. He said dash 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 tea and toast at exactly 23 minutes past 8. He said that, right, T-H-A-T, that. He said that he wanted, right? He wanted. That he wanted. Okay. മൂന്നെണ്ണം fill ആയില്ലേ? First, second, third. Okay. Another one. He said John Passepartout dash dash in dash shaving water at 37 minutes past 9. He said John Passepartout should bring. ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഏതാണ്? ഒന്നാമത്തെ അവിടെ should. Second one bring. Then bring in അവിടെ ഉണ്ട്. Next one his. Should bring in his. Okay, finished? Shajan, Sean Shajan? Kanyile mone. Okay then, another one. He had his bath and dash up at 20 to 10. He had his bath and dressed. Right? Dressed.
Okay, third one fourth one blessed. Ini he dash ഒന്നും കൊടുത്തില്ല അല്ലേ? Dash the house exactly at 11:30 for the reform club. He left the house, right? First one, he left. എന്ന് വായിച്ചു നോക്കിയേ. He left the house exactly at 11:30 for the reform club. Sixth one. Miss, പറഞ്ഞോ മോനെ. fourth one കിട്ടില്ല. He had his bath. First one, he had അല്ലേ ഇവിടെ? He had his bath and കണ്ടിട്ടൊരു ഒന്നും കൂടി ഇല്ലേ, ഒരു ബ്ലാങ്കും കൂടി ഇല്ലേ അവിടെ? dressed. Okay. Fifth one. ഇനി fifth one എന്താണ്? he left. The remaining time is only 2 minutes. Then make it fast. He left. Okay. Sixth one. He dashed back from the club at midnight. He returned. Right? He returned. Okay. He returned. Okay. Then he returned back from the club at midnight. Then seventh one. This dash invariable routine every day. This was his, right? This was his invariable routine every day. ഇനി eighth one ഒറ്റൊന്നും കൂടെ ഉള്ളൂ, സ്പീഡിൽ എഴുതണം മോനെ. dash tolerate no change or delay in any time. He could tolerate, അല്ലേ? Right? He could tolerate. Okay, that's enough for today. Shall we wind up the class? Yes. അവിടെ ലാസ്റ്റ് പോർഷനിൽ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞുതരാനുണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അവർക്ക് എങ്ങനെയാണ് ആ ഒരു ദിവസം കിട്ടിയതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന്, ഒരു ദിവസം കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നുണ്ട്. ഷോൺ എന്തെങ്കിലും പറയാനുണ്ടോ? 7 മണിക്ക് ക്ലാസ്സിലെ 7 മണിക്കത്തെ ക്ലാസ് മിസ് പറഞ്ഞാൽ മാത്രം കയറിയാൽ മതി, ഗ്രൂപ്പിലിടാം. ഓക്കെ, ബൈ. മിസ്സിന് 6 ക്ലാസ് ഉള്ളതുകൊണ്ട് ക്ഷീണം നോക്കാം. ബൈ.